Now let us look at the third L of women's empowerment. മൂന്നാമത്തെ L എന്താണ് നമുക്ക് നോക്കാം. The third L is leadership that enables women to rise and fulfill their innate abilities and talents. മൂന്നാമത്തെ L എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേതൃത്വം. That enables women to rise and fulfill their innate abilities and talents. അപ്പോൾ ഈ ലീഡർഷിപ്പ് പലർക്കും ജന്മസിദ്ധമായുള്ളൊരു ഗുണമാണ്. ഇന്നേറ്റ് എന്നുള്ള ഇൻബോൺ. അപ്പോൾ ഈ ജന്മസിദ്ധമായ കഴിവുകളെ ഒരു നിലയിലെത്തിക്കാനും അല്ലെങ്കിൽ അതിനെ പൂർണ്ണതയിലെത്തിക്കാനും അവരുടെ കഴിവുകളെ അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിക്കാനും സഹായിക്കുന്നതാണെന്ത് മൂന്നാമത്തെ എല്ലായ ലീഡർഷിപ്പ്. ഹിയർ there is plenty of room for improvement. Here there is plenty of room for improvement എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് വരാനുണ്ട്, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ക്രിസ്ത്യൻ ലെഗാഡ്. ഇത് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ ലോകത്ത് വുമൺ ലീഡേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇപ്പം നമ്മൾ രാഷ്ട്രതലവന്മാരുടെ കാര്യം എടുത്താലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കെടുക്കാം. ഇത്രയും സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ എത്ര സ്റ്റേറ്റുകളിലെ നയിക്കുന്നു സ്ത്രീകൾ? ഇപ്പോൾ സ്ത്രീകൾ മുഖ്യമന്ത്രിമാരായിട്ടുള്ള സ്റ്റേറ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ രാജ്യങ്ങൾ വേണം നമുക്കെടുക്കാം. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. അപ്പോൾ ഈ സ്ത്രീകൾ ലീഡേഴ്സ് എണ്ണം വളരെ കുറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, അവർ ലീഡേഴ്സ് ആകുമ്പോൾ ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. പുരുഷനെ പോലെയോ അല്ലെങ്കിൽ പുരുഷനേക്കാളും ബെറ്ററായ ഒരു നിലയിലോ ലീഡ് ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുന്നു. നമുക്കതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ മാർഗരറ്റ് താച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വുമൺ ലീഡേഴ്സ് അവർ പുരുഷന്മാരെക്കാൾ വളരെ മെച്ചമായ രീതിയിൽ അവർ രാജ്യത്തെ നയിച്ചിട്ടുണ്ട്, കമ്പനികളെ നയിച്ചിട്ടുണ്ട്. അപ്പോൾ വെൻ വുമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ്, സംടൈംസ് ഈവൻ എ ബെറ്റർ ജോബ്. ഇതിന് കാരണമുണ്ട്. എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്ത്രീകൾ ലീഡേഴ്സ് ആകുമ്പോൾ അവർ ഇത്രയും ബെറ്റർ ആകാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. They are more likely to make decisions based on consensus building. ഒന്ന്, അവരൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവർ ഒരു കൺസെൻസസ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ സമന്വയം. അപ്പോൾ അവരെല്ലാവരുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടാണ് അവർ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ they take decisions based on ഇൻക്ലൂഷൻ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കമ്പാഷൻ, അതിലൊരു ഒരു കാരുണ്യം ഉണ്ടാവും, ഒരു കമ്പാഷൻ ഉണ്ടാവും, ഒരു മാനുഷിക മുഖമുണ്ടാവും. കമ്പാഷൻ, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ താൽക്കാലികമായ നേട്ടത്തെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്, ഒരു ദീർഘകാലമായ ഒരു സസ്റ്റൈനബിലിറ്റി വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം sustainability. It is true that women sometimes lack the confidence to match their competence. പക്ഷേ പലപ്പോഴും ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകൾക്ക് ധാരാളം കഴിവുണ്ട്, പക്ഷേ ആ കഴിവുകൾ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുന്നിൽ അത് പ്രകടിപ്പിക്കാനോ ഉള്ള കോൺഫിഡൻസ് അവർക്കില്ല. ഇത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ സ്ത്രീകൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ അതിനെ തടസ്സമാകുന്നത് വിമൻ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. അപ്പം നമുക്ക് ലീഡർഷിപ്പ് എന്ന മൂന്നാമത്തെ എല്ലിലെ ക്രിസ്ത്യൻ ലെഗാഡ് എന്തൊക്കെയാണ് പറയുന്നത് ഒന്നുകൂടെ നോക്കാം. ലീഡർഷിപ്പ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻറ്റ്സ്. അപ്പോൾ ലീഡർഷിപ്പ് സ്ത്രീകളെ ഉയരാനും അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെ നിറവേറ്റാനും അവരെ സഹായിക്കുന്നു. പക്ഷേ ഇതിൽ ഒരു വലിയൊരു വിരോധാഭാസമുണ്ട്.
എന്ത്? When women tend to lead, they do as good a job as men, if not a better job. സ്ത്രീകൾ ലീഡേഴ്സ് ആകുമ്പോൾ പുരുഷന്മാരെ പോലെയോ അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ അവർ ചെയ്യുന്നു, പക്ഷേ അവരെണ്ണത്തിൽ വളരെ കുറവാണ്. ഇതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം. അപ്പോൾ സ്ത്രീകളെ കൊണ്ട് പറ്റാത്ത പണിയല്ല ലീഡർഷിപ്പ്. അവർ വളരെ മികച്ച ലീഡേഴ്സാണ്, പക്ഷേ അവരെണ്ണത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് റീസണാണ് എന്ത്? They lack the confidence to match their competence. ഇനി വിമൻ നല്ല ലീഡേഴ്സ് ആകാൻ കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 3 കാരണങ്ങളാണ്. എന്തൊക്കെയാണ്? അവർ തീരുമാനങ്ങൾ എടുക്കുന്ന ബേസ്ഡ് ഓൺ ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് കൺസെൻസസ് ബിൽഡിംഗ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു. ഇൻക്ലൂഷൻ, കമ്പാഷൻ, മമത, കാരുണ്യമുണ്ട്. പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, എല്ലാവരോടും യോജിപ്പിലെത്തുന്നു. ഇനിയൊന്ന് ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് ഫോക്കസ് വെച്ചുകൊണ്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ആണ് വുമൺ ലീഡേഴ്സ് ആകുമ്പോൾ വളരെ നല്ല രീതിയിൽ അവർ ശോഭിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ദേ ലാക്ക് ദി കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. അപ്പോൾ അവർ വളരെ കോമ്പീറ്റൻ്റ് ആണ്, ഒരുപാട് കഴിവുകളുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇത് മാറണം. ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഉയരണമെങ്കിൽ, ലീഡർഷിപ്പിൽ എത്തണമെങ്കിൽ, ലീഡേഴ്സായിട്ട് ഷൈൻ ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഭാവം. ദേ ഹാവ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നെറേറ്റീവ് ഇൻ ദെയർ ഫേവർ. അപ്പോൾ റീസെറ്റ് ദ നെറേറ്റീവ്. അപ്പോൾ പൊതുവേ എല്ലാവരും പറഞ്ഞ വുമൺ ലീഡേഴ്സിന് എണ്ണം കുറവാണ്, വുമൺ ലീഡേഴ്സിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് മാറ്റി വുമൺ ലീഡേഴ്സ് ധാരാളം ഉണ്ട്, വുമണിന് നല്ലോണം ലീഡ് ചെയ്യാൻ കഴിയും എന്ന് ഉള്ള രീതിയിൽ ആക്കണം. അതാണ് they need to narrate, they need to reset the narrative in their favor. So it is essential. അപ്പോൾ ഇതിനു വേണ്ടി അവർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമായ കാര്യമുണ്ട്. എന്താണത്? It is essential that women be ready to dare the difference. They should dare the difference. Dare എന്നാണ് show the courage. ധൈര്യം കാണിക്കുക. എന്തിനുള്ള ധൈര്യം കാണിക്കണം? Dare the difference. ഡിഫറൻ്റ് ആകാൻ, വ്യത്യസ്തരാകാനുള്ള ധൈര്യം അവർ കാണിക്കണം. ടു ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ദേ ഷുഡ് ബി വില്ലിംഗ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അപ്പോൾ ഇവർ നമുക്കറിയാം, കുട്ടികളടുത്ത് അവർ സ്ഥിരമായിട്ടൊരു സീറ്റിലാണ് ഇരിക്കുന്നത്. ആ സീറ്റിൽ നിന്നും എണിച്ച് തൊട്ടപ്പുറത്തെ സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതാണ് അവരെ കംഫർട്ട് സോൺ. അതുപോലെ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ ചോദ്യം ചോദിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഉത്തരം അറിയാം, സാറ് ചോദ്യം ചോദിച്ചാൽ, എന്നാൽ എണിച്ച് പറയത്തില്ല. കാരണം അങ്ങനെ ഇരിക്കുന്നതാണ് അവരെ കംഫർട്ട് സോൺ. അപ്പോൾ അവർക്ക് എണീക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കുമെന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറയുമെന്നോ എന്നൊക്കെ ഭയന്നിട്ടാവാം. എന്തായാലും കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ആൾക്കാർക്ക് മടിയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അപ്പോൾ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ധൈര്യം കാണിക്കുന്നവർ ലീഡേഴ്സ് ആകും, ഉറപ്പാണ്. സോ വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വിമൻ ഷുഡ് ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. നൺദിലെസ്, എന്നിരുന്നാലും, ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ്, എന്നാൽ പോലും വിജയിക്കാനുള്ള ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രേരണ, ആ ഒരു തൃഷ്ണ, ദാഹം ഉള്ളവർ പോലും, ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. അവർ പോലും എന്ത് നേരിടുന്നു? ബാരിയേഴ്സ്. അവരെ തടയാൻ എപ്പോഴും ആൾക്കാർ കാണും, കളിയാക്കാൻ ആൾക്കാർ കാണും, പരിഹസിക്കാൻ ആൾക്കാർ കാണും. Whether we are talking about providing primary education for girls in a village
ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ്. അത് ഏറ്റവും താഴെ തലത്തിലാണെങ്കിൽ പോലും പ്രൈമറി സ്കൂളിലേക്ക് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടുക. അപ്പോൾ അതിൽ തടയാനും ആൾക്കാരുണ്ടാവും. പല ബാക്ക്വേർഡ് സ്റ്റേറ്റുകളിലും പെൺകുട്ടികളെ പഠിക്കാൻ പോണ്ട, അവരെ പഠിപ്പിക്കാൻ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നവരുണ്ട് ഇപ്പോഴും. അത് മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരുന്നു, അവിടെയും തടസ്സം പിടിക്കാൻ ആൾക്കാർ കാണും. ദേ കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ് ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ്. അപ്പോൾ ഏത് തരത്തിലായാലും ലീഡർഷിപ്പിലേക്ക് വരാൻ ശ്രമിക്കുന്ന വിമന് തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്ന് ക്രിസ്ത്യൻ ലഗാർഡ് പറയുന്നു. അപ്പോൾ ഈ തടസ്സങ്ങളാണ് സ്ത്രീകളെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ക്രിസ്ത്യൻ ലഗാർഡ് പറയുന്നു. നോക്കാം. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ. അപ്പോൾ പുതിയൊരു ലോകക്രമം, പുതിയൊരു ലോകം നമ്മൾ പടുത്തുയർത്തേണ്ട സമയമായി. ആ ലോകത്ത് വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ, അവരുടെ പൊട്ടൻഷ്യൽ കഴിവിനനുസൃതമായി ഉയരാൻ കഴിയണം. വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രജുഡിസ്. ഒരു ഇംപെഡിമെൻറ്റ് മീൻസ് ഒബ്സ്റ്റക്കിൾ, തടസ്സം. വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രജുഡിസ്. പ്രജുഡിസ് എന്ന് പറഞ്ഞാൽ ബയാസ്, ഡിസ്ക്രിമിനേഷൻ, വിവേചനം, മുൻവിധി. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്? ലോകത്തിന് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു, ലോക ജനസംഖ്യയുടെ 50% വിമനാണ്. അപ്പോൾ ഈ 50% വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും നേതൃത്വപരമായും ഒക്കെ ഉയരാൻ കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? ഒരു സംശയവും വേണ്ട, അതിൻ്റെ ബെനിഫിറ്റ് ഈ ലോകത്തിന് തന്നെയാണ്. സോ ദ വേൾഡ് വിൽ റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക. എന്ത് കൊയ്യുന്നു? റീപ്പ് ദ ബെനിഫിറ്റ്സ്. അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത് ഈ ലോകത്തിനാണ്. ദ 3 L's വിൽ ഹെൽപ്പ് us get there. തീർച്ചയായിട്ടും നമ്മളെ അവിടെ എത്തിക്കാൻ 3 L's, ഈ 3 L'കൾ, ദ 3 L's, that is learning, labor, leadership. The 3 L's will help us get there. നമ്മളെ അവിടെ എത്താൻ സഹായിക്കും. എവിടെ എത്താൻ? A world where all women can meet their potential without any impediment or prejudice. എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകളെ പൂർണ്ണമായും ഉപയോഗിക്കാൻ, ഒരു തടസ്സവുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തലത്തിൽ ഈ ലോകത്തെ എത്തിക്കാൻ എങ്ങനെ സഹായിക്കാൻ പറ്റും നമുക്ക്? വിത്ത് ദ 3 L's: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ക്രിസ്ത്യൻ ലഗാർഡ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ്, ഇഫ് വി ഡെയർ ടു ബി ഡിഫറൻ്റ് ആകാൻ, വ്യത്യസ്തരാകാൻ ധൈര്യം നമ്മൾ കാണിച്ചാൽ ഉറപ്പാണ് ഇറ്റ് വിൽ ഡെലിവർ. മീൻസ് ഇറ്റ് വിൽ ഗിവ് അസ് സക്സസ്. നമുക്ക് വിജയം ഉണ്ടാവും, അതിന് ഫലം കിട്ടും എന്ന് ഉറപ്പിച്ച് പറയുന്നു ക്രിസ്ത്യൻ ലഗാർഡ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ലഗാർഡ് അവരുടെ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രസംഗത്തിലൂടെ വളരെ വ്യക്തമായി ഈ ലോകത്ത് സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ട 3 പ്രധാനപ്പെട്ട എല്ലിൽ തുടങ്ങുന്ന 3 L's എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നു. ദ ഫസ്റ്റ് L is ലേണിംഗ്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ച്. എല്ലാ മാറ്റത്തിനും അടിസ്ഥാനം എഡ്യൂക്കേഷനാണ്. അപ്പോൾ സെക്കൻഡ് L ലേബറാണ്. ലേബർ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് വേണം? നല്ല ലേണിംഗ് വേണം. അപ്പോൾ ഫൗണ്ടേഷൻ ലേണിംഗ് ആണ്. ലേണിംഗ്, ലേബർ. അപ്പോൾ നല്ല ജോലി ലഭിക്കുന്നു. ആ ജോലി ലഭിക്കുന്ന ആൾ
നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ, നല്ല പൊട്ടൻഷ്യലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലേബറിലൂടെ അവരെവിടെ എത്തും? അവർ തൻ്റെ മേഖലയിലെ, തൻ്റെ ഓഫീസിലെ ലീഡറായി മാറും. സോ ദാറ്റ് ലീഡ്സ് ടു ലീഡർഷിപ്പ്. ലീഡർ ആയി കഴിയുന്നതോടെ അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ പൂർണ്ണമായും അവർക്ക് പ്രകടിപ്പിക്കാനും അവരുടെ ഇൻബോൺ എബിലിറ്റീസ്, ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് പ്രകടിപ്പിക്കാൻ കഴിയുകയും അവർ ഈ ലോകത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാനും സ്ത്രീകൾക്ക് കഴിയും. അപ്പോൾ വളരെ വ്യക്തമായി ഈ 3 എല്ലുകളെക്കുറിച്ച് ക്രിസ്ത്യൻ ലഗാർഡ് ഈ സ്പീച്ചിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. നിങ്ങൾക്കെല്ലാം ഇത് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇനി നമുക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ടെക്സ്റ്റിൻ്റെ താഴെ കുറച്ച് എക്സസൈസ് ഉണ്ട്, നമുക്ക് അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട 3-4 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എംപവർമെൻറ്റ്? വളരെ നമ്മൾ ബേസിക്കായി നമ്മൾ പഠിച്ച ഈ ലെസൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ 3 പോയിൻറ്റ്സാണ്. വാട്ട് ആർ ദ 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എംപവർമെൻറ്റ്? ഇതൊക്കെയാണ് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പോൾ എംപവർമെൻറ്റിന് വേണ്ട 3 അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. വാട്ട് ആർ 3 essential factors for women empowerment? The 3 essential factors for women empowerment are learning, labor, leadership. അതാണ് 3 L's of empowerment. Clear? Next question. What is the role of learning in empowering women? The role of learning in empowering women. അപ്പോൾ അതിനെക്കുറിച്ച് 2 പോയിൻറ്റ്സാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, എഡ്യൂക്കേഷൻ is the foundation of all change. Education is the foundation of all change. എല്ലാ മാറ്റത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അടുത്ത പോയിൻ്റ് എന്താണ്? ലേണിംഗ് helps women to help themselves and break the shackles of exclusion. അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ് അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. ഒന്ന്, എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ച്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. അടുത്തത്, ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. സ്വയം സഹായിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻസ് നേടാനും അതുപോലെ തന്നെ അവഗണനയുടെ, എക്സ്ക്ലൂഷൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാനും സ്ത്രീകളെ സഹായിക്കുന്നു. ഇതാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഹൗ ക്യാൻ വി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ഇൻ ദി വർക്ക് പ്ലേസ്? ഇപ്പോൾ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ എങ്ങനെ നൽകാം എന്നുള്ളതിനെക്കുറിച്ചാണ് 3ാമത്തെ ചോദ്യം. അപ്പോൾ അത് നമ്മൾ പഠിച്ചാണ്. 3 പോയിൻറ്റ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒന്ന്, ചേഞ്ചിങ് ലോസ് ആണ്, നിയമങ്ങൾ മാറ്റം വരുത്തുക. എന്താണ്? ഫസ്റ്റ്, ചേഞ്ചിങ് ഡിസ്ക്രിമിനേറ്ററി ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി. സ്വത്തവകാശത്തിലുള്ള വിവേചനപരമായ നിയമങ്ങളെ മാറ്റുക. ചേഞ്ചിങ് ഡിസ്ക്രിമിനേറ്ററി ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി. അത് ആദ്യത്തെ നിയമം, ആദ്യം മാറ്റേണ്ട കാര്യം. ഇനി അടുത്തത് ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? നയങ്ങൾ രൂപീകരിക്കുമ്പോൾ എൻകറേജ് പോളിസീസ് ദാറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയിലും ഊന്നൽ നൽകിക്കൊണ്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുക. എൻകറേജ് പോളിസീസ് വിച്ച് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇനി ഒരു പോയിൻ്റും കൂടെ ഉണ്ട്. അതായത് അവർക്ക് സാമ്പത്തികമായ ശക്തി നൽകുക. അപ്പോൾ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്
provide credit facilities which will enable women to become economically independent. സാമ്പത്തികമായി അവർക്ക് ഒരു അടിത്തറ നൽകാൻ, ഒരു സ്വാതന്ത്ര്യം നൽകാൻ വേണ്ട ലോൺ ഫെസിലിറ്റികൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ലെസണിനെ ബേസ് ചെയ്ത് കൊടുത്തേക്കുന്ന 3 ചോദ്യങ്ങളുടെ ഉത്തരം. ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചോദിച്ച് കാണുന്ന ചോദ്യം ഈ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ വുമൺ ലീഡേഴ്സിൻ്റെ എണ്ണം ഇത്രയും കുറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇന്ത്യയിൽ നോക്കിയാലും ഈ ലോകത്ത് നോക്കിയാലും ഒക്കെ വുമൺ ലീഡേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പോയിൻ്റ് എന്താണ്? ദേ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദർ കോമ്പീറ്റൻസ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് ദേ ആർ നോട്ട് വില്ലിങ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺസ്. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറിൻ്റെ ആദ്യപടിയായിട്ട് തന്നെയാണ് പറയുന്നത് they should step outside their comfort zones. They should be willing to take risks. റിസ്ക് എടുക്കാൻ വുമൺ തയ്യാറാകണം. അവർ സധൈര്യം മുന്നോട്ട് വരണം. വെല്ലുവിളികളെ നേരിടാൻ അവർ തയ്യാറാക്കണം. അവർ ഡിഫറെൻ്റ് ആകാൻ തയ്യാറാകണം. ദേ ഷുഡ് ഡെയർ ടു ബി ഡിഫറെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആകാൻ ഇവർ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കും. അത് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് വുമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺസ്. ഇതിൻ്റെ കാരണം എന്താണ്? ദേ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദ കോമ്പീറ്റൻസ്. അപ്പോൾ വുമൻ ലീഡേഴ്സ് ആർ സോ ഫ്യൂ ഇൻ നമ്പർ ബിക്കോസ് ദേ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദർ കോമ്പീറ്റൻസ്. സോ വാട്ട് ഷുഡ് they do? They should show confidence. They should be willing to step outside their comfort zones. They should be willing to be different. They should show the courage to do things, to step out, to come forward, to say I can. And they can get that courage and confidence from education. So education is a basic thing. So if women are willing to be different, if they are willing to show courage, certainly they will succeed. And they will be empowered. There is not a doubt about that. അപ്പോൾ സ്ത്രീകൾ എങ്ങനെ എംപവേർഡ് ആകണം, അവരെ എന്തുകൊണ്ടാണ് അവർക്ക് ലീഡേഴ്സ് ആകാൻ കഴിയാത്തത്, അപ്പോൾ ലീഡേഴ്സ് ആകാൻ വേണ്ടി അവർ എന്ത് ചെയ്യണം എന്നൊക്കെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലോണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.